ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഡ്രാഗോസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹാർഡ് കോർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 3 ആയിട്ടാണ്. ഡേ 21 ആയിരുന്നു. നമ്മളൊരു കഴിഞ്ഞ എപ്പിസോഡ് നമ്പർ 2 ഡേ 20 ആയിരുന്നു. സോ 1 ഡേ ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടിപ്പിക്കൽ ഹൗസും കാര്യമൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ടെറാഫോം ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഒന്നുകൂടി ഹൈറ്റ് കുറച്ച് ഞാൻ വിചാരിക്കുന്ന ഈ ഒരു ലെവലിൽ നമുക്കിവിടെ ചെയ്യാമെന്നാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യും. ക്യാരറ്റ്, പൊട്ടാറ്റോ അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കൊണ്ടുവരണം. പറ്റുകയാണെങ്കിൽ ഇന്നൊരു വില്ലേജ് കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങോട്ട് 4000 ബ്ലോക്ക് പോകണം ഗൈസ്, ഒരു വില്ലേജ് കിട്ടണമെങ്കിൽ. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സോ എന്തായാലും നമുക്കിനിയിപ്പം എന്താ പറയുക, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റോഡ് ടു 100 ആണ്. സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ, ഇതുവരെ കിട്ടിയ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ഓൾ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നമ്മളിത് ഇതാക്കിയിട്ടില്ല, അറേഞ്ച് ചെയ്തിട്ടില്ല. അറേഞ്ച് ചെയ്യാൻ വയ്യ ഗൈസ്, അതിങ്ങനെ കിടക്കട്ടെ, നമുക്ക് അതൊന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഷീൽഡ് കയ്യില്ല. ഷീൽഡ് പിടി. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കണം. അത് ഞാൻ ടൈം ലാപ്സ് ചിലപ്പോൾ ഇടാം, അല്ലെങ്കിൽ ഇടില്ല, ചിലപ്പോൾ ഇടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടൈം ലാപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും ചില സമയത്ത്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ടെറാഫോം ചെയ്യുന്നത് ടൈം ലാപ്സ് ഇടാം. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓക്കെ നമ്മളിപ്പം ഫൈനലി അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ചിക്കൻ, 1 കൗ, പശുവുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഷീപ്പിനിടാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ലാഗ് ഉണ്ട് ഗൈസ്. ഓക്കെ,
നമ്മൾ ഷീപ്പിനിടാനുള്ളൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വീറ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, വീറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റോ, ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിനിയിപ്പം ഞാൻ ഈ ഡയറക്ഷൻ ഒന്ന് പിടിച്ച് നോക്കട്ടെ. നമുക്ക് വല്ല വില്ലേജും കാര്യങ്ങളും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മേ ബി ചിലപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരിക. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയേക്കാം. ഓക്കെ, ഫൈനലി നമ്മൾ എന്താ പറയുക 2000 ബ്ലോക്ക് ഡിഫറൻസിൽ നമ്മുടെ 2000 ആവാനായി. 1000 ബ്ലോക്ക് ഡിഫറൻസിൽ നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ചു. ഐ തിങ്ക് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ വില്ലേജസിനെ പൂട്ടിയിട്ടോ, ഞാനവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് കിടക്കാം. നമുക്ക് ആരെയും ബെഡിൻ്റെ ആവശ്യം, നമ്മൾ സ്വന്തമായിട്ട് ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതിൽ കിടക്കാം. സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് തോന്നുന്നതനുസരിച്ച് നമ്മൾ ബേസ് ഇങ്ങോട്ട് മാറ്റിയാലോ എന്നാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് പറയുന്നു നോക്കാം. ഓക്കെ, മേ ബി ഞാൻ പറയുന്നത് നമുക്ക് ബേസ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന പണിയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് ഇല്ല, പക്ഷേ എന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കുറവ് വന്ന് നമ്മൾ അങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ വരണം. നമുക്കിപ്പം ആർമറൊക്കെ സെറ്റ് കഴിഞ്ഞാൽ മിക്കവാറും മേ ബി മൈനിങ്ങിനൊന്നും പോകാൻ ചാൻസ് കുറവാണ്. എനിക്ക് കേവ് മൈനിങ് അല്ലാതെ ഞാൻ ഈ പറയുന്ന പോലെ സ്ട്രീറ്റ് മൈനിങ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ വില്ലേജസിൻ്റെ കാര്യങ്ങൾ ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് നോക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ ബ്രീഡി ഹാളും അയൺ ഫാമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസും കാര്യങ്ങളും ആ ഒരു ഭാഗത്തൊക്കെ ആയിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങോട്ട് ബേസ് മാറ്റാനാണ് ചാൻസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനത് ഓഫ് ക്യാമ്പിൽ നിന്നുകൊണ്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ പണിയാം. വീട് പണിയുന്നൊന്നും നമുക്കൊരു കഥയില്ലാത്ത കഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അത്ര വലിയ കണ്ടൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് നമ്മളൊരു ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ആ ഫാമൊക്കെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതെന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണിച്ചു തരാം. മേ ബി ഞാനത് പണിയുന്ന വീഡിയോ ഉണ്ടാവില്ല, കാരണം ഒന്നാമത് നമ്മളൊരു വീഡിയോ ഇട്ടതാണ്. സോ അപ്പം വീഡിയോ സപ്പോർട്ട് ചെയ്യാം. സ്റ്റിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. 100 days ചലഞ്ചിൽ നമ്മളുടെ കൂടെ നിങ്ങളുണ്ടാവണം, എൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെന്താ, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ പറഞ്ഞ തന്നെ ബേസ് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമുണ്ട്. കമൻറ്റ് വന്നില്ലേ ഞാൻ ഇങ്ങോട്ട് മാറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഗെയിമിംഗ് സോണിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കയറാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ചാനലും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും ഒക്കെ ഞാൻ അവിടെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തേക്കുക. ഡ്രാഗോസ് ഫോളോ ചെയ്യുക ഗൈസ്. നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നതിനേക്കാൾ മുമ്പ് യൂട്യൂബിൽ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെയും വരുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നും നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ.